ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ തന്നിരിക്കുന്ന ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ്. കൊടൈക്കനാലിൽ പോകുന്ന ഒരു ട്രാവൽ വീഡിയോ ആണ്. നമ്മൾ വെളുപ്പിനെ അവിടെ നിന്ന് ജേണി സ്റ്റാർട്ട് ചെയ്തു. കൊണ്ട് വേല കാഴ്ചകളാണ്. മെയിൻ റോഡെക്കാൻ വെളുപ്പിനെ ഇറങ്ങിക്കൊണ്ട് ഇരുട്ടാണ്. രാവിലെ വണ്ടി നിർത്തിയപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ നമ്മളവിടെ നിന്ന് പോകുന്നതിലുള്ള കാഴ്ചകളാണ് ഈ കാണിക്കുന്നത്. എല്ലാം ഇല്ല, കുറച്ചൊക്കെ ആണ് നിങ്ങളെ കാണിക്കുന്നത്. വെളുപ്പിനെ 4 മണിയപ്പോൾ നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ കൊടൈക്കനാലിലേക്കുള്ള യാത്ര തുടങ്ങി. അങ്ങനെ നമ്മൾ കുതിരാൻ തുരങ്കത്തിരിക്കുകയാണ്. വെളുപ്പിന് വന്നപ്പോൾ തന്നെ ചെറിയ മഴ പൊടിയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെളുപ്പിനായതുകൊണ്ട് അത്ര തിരക്കിലായിരുന്നു. നല്ല സുഖമായിട്ട് പോരാൻ പറ്റിയായിരുന്നു. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നമുക്ക് പോരാൻ പറ്റി. അധികം പ്രശ്നങ്ങളില്ലാതെ തന്നെ നമ്മൾ പാലക്കാടും ഒക്കെ ക്രോസ് ചെയ്ത് പോകുന്നായിരുന്നു. ഈ വീഡിയോയിൽ ഫുള്ളില്ല. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കൊടൈക്കനാലിലെത്തി റൂമിൻ്റെ അവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ ഉള്ളൂ. അതിനുശേഷം അടുത്ത പാർട്ടിലായിരിക്കും മറ്റ് കാഴ്ചകളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയും എല്ലാവരും കാണാൻ ശ്രദ്ധിക്കുക. വൈകാതെ തന്നെ എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ത്രൂ കാണാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ കുറേ ആയി വീഡിയോ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ്. അതുപോലെ ഇനി ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ടനുസരിച്ച് വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ കുറേ ഡ്രൈവ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തമിഴ്നാട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാണ്. അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അതിനിടയിൽ നമ്മൾ പമ്പിൽ കയറിയെന്ന്. പമ്പിൻ്റെ അടുത്ത് ഇവിടെ മയിലിങ്ങനെ ഫുള്ളായിട്ടിങ്ങനെ പീലേക്ക് വിടർത്തുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. ഇതിൽ ഞാനും വൈഫും സിസ്റ്ററും അളിയനുമാണ് ഉള്ളത്. ഞങ്ങൾ 4 പേരും കൂടി കാറിനാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മയിലിങ്ങനെ പീടിൽ വിടർത്തിയിരിക്കുന്ന ഒരു കാഴ്ച. 2-3 ബിൽഡിങ്ങിന് അപ്പുറത്താണ്. അതൊരു വാട്ടർ ടാങ്കാണ്. വാട്ടർ ടാങ്കിൻ്റെ മുകളിലാണ്. അങ്ങനെ നമ്മൾ സിൽവർ കസാഡ് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി. ഈ വീഡിയോയുടെ കാഴ്ച തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ അവിടെ ഇറങ്ങിയില്ല. ജസ്റ്റ് സ്ലോയിൽ വണ്ടി അവിടെ നിർത്തിയിട്ട് വീഡിയോ എടുത്തെന്നുള്ളൂ. തിരിച്ചു വരുമ്പോൾ കാഴ്ച. പിന്നെ ഞങ്ങൾ കയറി ഇറങ്ങിയപ്പോഴത്തേക്കും കോട കയറി ഇറങ്ങാനും പറ്റും. ആ കോടയുടെ കാഴ്ചകളാണ് കാണുന്നത്. അങ്ങനെ കോട കയറി വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ സ്വന്തം വാഹനത്തിലിങ്ങനെ റൈഡ് ട്രിപ്പായിട്ടൊക്കെ വരുമ്പോൾ വണ്ടിയുടെ ബുക്ക് പേപ്പർ എപ്പോഴും കറക്റ്റായിട്ട് തന്നെ കൊണ്ടു നടക്കുക. അതേപോലെ ഒറിജിനൽ പ്രൂഫും എടുത്ത് വെച്ചേക്കുക. കാരണം തമിഴ്നാട്ടിലെ പോലീസുകാർക്ക് മറ്റേ ഈ വാഹനം എടുത്ത് നോക്കാനുള്ള ഇതൊന്നും അവർ നോക്കുന്നില്ല. ജസ്റ്റ് ഒറിജിനൽ പ്രൂഫ് ഉണ്ടോ എന്നൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി. റിസോർട്ടിന് പുറത്തെ കാഴ്ചകളാണ് ഈ കാണിക്കുന്നത്.
അത് റിസോർട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകളാണ്. അത്യാവശ്യം നല്ലൊരു വ്യൂ ഒക്കെ ഉള്ളൊരു റിസോർട്ടാണ്. ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഭയങ്കര പീസ്ഫുൾ അന്തരീക്ഷമുണ്ട് ഇവിടെ. വൈകുന്നേരം 6 മണിയായപ്പോൾ ഉള്ള കാഴ്ചയാണ് കാണുന്നത്. അത്യാവശ്യം നല്ല കോടയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. രാത്രി നമ്മൾ പുറത്തിറങ്ങിയായിരുന്നു. പുറത്തിറങ്ങിയത് 2-3 ഫോട്ടോ എടുത്തോളൂ, വീഡിയോ ആയിട്ട് എടുത്തില്ല. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. പിന്നെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിന് അടുത്ത ഭാഗത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഭാഗം കാണുന്നവരെ ബൈ ബൈ.